ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പുലാവാണ്. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ സേമിയ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുലാവ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾക്ക് വെർമിസില്ലി വേണം. ഞാനിവിടെ വറുക്കാത്ത വെർമിസില്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ നിറയെ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് വേവിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ബൗൾ ക്യാരറ്റ് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ ബീൻസ് ചെറുതായി അരിഞ്ഞതും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോ വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെർമിസിലി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെർമിസിലിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ സേമിയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കുന്നില്ല, ഇത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിന് ഒരു അളവ് പറയാനില്ല, കാരണം നമ്മളിത് വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിതൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. ഒരുപാട് വേവിച്ചെടുക്കാൻ പാടില്ല, അന്നേരം പുലാവ് ഒരുപാട് കുഴഞ്ഞു പോവും. കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. വെന്ത് വരുമ്പോൾ സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്കിത് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടുമില്ല, കറക്റ്റ് പാകത്തിനാണുള്ളത്. ഇനി ഇത് നമ്മൾക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെർമിസില്ലി അധികം വെന്ത് പോവാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ വെർമിസില്ലി വേവിച്ചെടുത്ത പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് ഈ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ഇവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെയെല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറികൾ വേവുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മൾക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചെറു തീയിൽ ഒരു 5 മിനിറ്റ് നേരം പച്ചക്കറി നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി പച്ചക്കറിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസിന് പകരം നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പുലാവിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 മിനിറ്റ് നേരം നമ്മൾക്കിത് നന്നായി വഴറ്റി കൊടുക്കാം. ആ മസാലയെല്ലാം വെർമിസിലിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയുമായിട്ടുള്ള സേമിയ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.